ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വലിയൊരു തിരിച്ചടിയാണ്, വലിയൊരു പ്രതിസന്ധിയാണ് നമ്മുടെ അഞ്ജലി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അഞ്ജലിയുടെ വിവാഹം കഴിഞ്ഞു എന്ന് അച്ഛനും അമ്മയും ആര്യയും എല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ്. പക്ഷേ ആ ഒരു സാഹചര്യം അവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം, അതിനുള്ളൊരു അവസരവും ഇനി അഞ്ജലിക്ക് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു സംഭവം കേട്ടിട്ട് മനസ്സിന് താങ്ങാൻ പറ്റാത്ത ചങ്ക് പൊട്ടി നിൽക്കുന്ന ശിവരാമൻ ചേട്ടനെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് കേട്ടോ. നമുക്ക് ഏറെ ആശങ്കകളുണ്ട്. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോയും നമുക്ക് ഒട്ടും പ്രതീക്ഷ നൽകുന്നതല്ല. നമുക്ക് ഏറെ ആശങ്കകൾ വീണ്ടും ഉണ്ടാക്കുകയാണ്. ഇന്ന് പ്രൊമോയുടെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഹരി രാഘവനോട് പറയുകയാണ്, ആ അഞ്ജലി നമുക്കൊരു തലവേദനയാകുമല്ലോ സാറേ. രാഘവൻ അപ്പോൾ തിരിച്ചു പറയണം, അങ്ങനെയാണെങ്കിൽ ആ തലവേദന തലയോട് കൂടി അങ്ങ് വെട്ടിക്കളയണം. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യണം, ഞാൻ തന്നെ അത് നേരിട്ട് പോയി ചെയ്യും. ഇങ്ങനെ രാഘവൻ പറയുകയാണ്. ഇത് അഞ്ജലിയെ ഇല്ലാതെയാക്കണം എന്നൊരു സൂചനയാണ് നൽകുന്നത്. പത്മ കേസിൽ നിന്നും അഞ്ജലിയെ ജീവനോടെ തന്നെ ഇല്ലാതാക്കിയാൽ പിന്നെ ആ പത്മ കേസില്ലല്ലോ. അത് രാഘവൻ ചെയ്യും എന്നാണ് ഹരിയോട് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഘവൻ നമ്മുടെ അഞ്ജലിയുടെ വീട്ടിൽ ചെന്ന് അഞ്ജലി എന്ന് പറഞ്ഞ് പുറത്തു നിന്ന് വിളിക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. ഇന്ന് വന്ന പ്രൊമോയുടെ ഏറ്റവും അവസാന ഭാഗങ്ങളിലെ സീനുകൾ നമുക്ക് വേറെ വിഷമവും ആശങ്കകളും ഉണ്ടാക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വലിയൊരു ആപത്ത്, വലിയൊരു ദുരന്തം സംഭവിക്കാനായിട്ട് പോവുകയാണ്. ആര്യ നോക്കുമ്പോൾ നമ്മുടെ ശിവരാമൻ ചേട്ടൻ ഇങ്ങനെ കഴുത്തിൽ എന്താ പറയുക, തൂങ്ങിച്ചാകാൻ വേണ്ടിയിട്ട്, സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴുത്തിൽ മുറുക്കി കിടന്ന് പിടയുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് കേട്ടോ. നമ്മുടെ ആര്യ കിടന്ന് അമ്മായിന്ന് കിടന്ന് നിലവിളിക്കുകയാണ്. നമ്മുടെ അഞ്ജലിയും ശ്യാമളാമ്മയൊക്കെ ഓടി വരികയാണ്. ഇത് കണ്ടിട്ട് നിലവിളിക്കുന്ന ഒരു സീനാണ് നമ്മൾ ഇന്ന് വന്ന പ്രൊമോയുടെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ കാണുന്നത് കേട്ടോ. കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഇതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് നമ്മുടെ അഞ്ജലിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്താണെങ്കിലും ശിവരാമൻ ചേട്ടനൊന്നും പറ്റാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പുള്ളി നമ്മുടെ അഞ്ജലിക്ക് പറയാനുള്ളത് എന്ത് എന്ന് ഒരു നിമിഷം ഒന്ന് കേട്ടിട്ട് ചെയ്യാം. കാര്യം അവർക്ക് ഏറെ വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. എങ്കിലും നമ്മുടെ അഞ്ജലിക്ക് പറയാനുള്ളത് എന്ത് എന്ന് ഒരു നിമിഷം അവളുടെ വാക്കുകൾ ഒരു 5 മിനിറ്റ് കേൾക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ. നാളെ എപ്പിസോഡിൻ്റെ റിവ്യൂസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.